നിത്യം ഉപയോഗിക്കുന്ന പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യണം. ഇത് അറിയാതെ പോകരുതേ, പ്രശ്നമാകും. അതായത് നിങ്ങൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോറാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആണോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? കുറേ ആൾക്കാർ വിചാരിക്കും ഈ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് പല ആൾക്കാരും വിചാരിക്കും. പക്ഷേ ഞാൻ പറയാണ്, നമുക്ക് പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനും നമുക്ക് മറ്റ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യും പോലെ തന്നെ നമുക്ക് പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ട്. ഒന്നാമത്തെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് പുതിയ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇറങ്ങുന്നു എങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. രണ്ടാമത്തത്, നമുക്ക് ഒരു ഹാങ്ങും ഒന്നും ഇല്ലാതെ പുതിയ വെർഷനിൽ പുതിയ സെറ്റിങ്സുകളോട് കൂടി പ്ലേ സ്റ്റോർ ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. ഇനി ദോഷങ്ങളും ഉണ്ട്, അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം ആ ഓപ്ഷൻ എവിടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു തരാം, ശേഷം ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ അത് പറയുന്നതിനും ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനൽ ബെല്ലൈക്കണും അവിടെ കാണാൻ സാധിക്കും. രണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന ഓപ്ഷൻ അനേബിൾ ചെയ്യുക, ആളെന്ന ഓപ്ഷൻ കൊടുക്കുക. ഇനി മാത്രമേ ഞങ്ങളിരുന്ന് ഇതുപോലത്തെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എന്നിട്ട് ഞാൻ ഇപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും. ഏത് അക്കൗണ്ട് എടുത്താലും പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഏത് അക്കൗണ്ട് ആയാലും മതി. ഞാൻ ഇപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ശേഷം പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ജനറലിൽ നെറ്റ്വർക്ക് പ്രിഫറൻസ് അങ്ങനെ കുറേ ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. ഇവിടെ എബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെയാണ് നമുക്കിങ്ങനെ പ്ലേ സ്റ്റോർ നിലവിൽ അപ്ഡേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ, അതായത് പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഈസ് അപ് ടു ഡേറ്റ് ഇങ്ങനെയാണ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട, നിങ്ങളെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആണ്. അല്ലാതെ ഇവിടെ ക്ലിക്ക് ചെയ്താലൊന്നും വരില്ല. ഇവിടെ അപ്ഡേറ്റ് പ്ലേ സ്റ്റോറിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇത് നിങ്ങൾക്ക് എന്തിനാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് ഡൗട്ടുള്ളവർ ഒരുപാട് പേര് കാണും. അവർക്ക് എന്തിനാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലാൻഡ് മോർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള പ്രയോജനം, അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നതിനുള്ള പ്രയോജനം എല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇവിടെ അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നിലവിൽ നിങ്ങളെ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ആണ്, നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇങ്ങനെയല്ല നിങ്ങൾക്ക് വേറെ രീതിയിലാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക. പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ പുതിയ സെറ്റിങ്സുകൾ അവർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് ഓപ്ഷൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ലഭിക്കത്തുള്ളൂ. പിന്നെ ഇതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തെന്നാൽ, ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ദോഷങ്ങളല്ല, ഇത് അപ്ഡേറ്റ് ചെയ്യാതിരുന്നാലുള്ള ദോഷങ്ങൾ എന്തെന്നാൽ, നമുക്കിപ്പോൾ പുതിയ വെർഷനിൽ പുതിയ അപ്ഡേറ്റിൽ പ്ലേ സ്റ്റോറിൽ ആഡ് ചെയ്യുന്ന സെറ്റിങ്സുകളൊന്നും ലഭിക്കില്ല. അതുപോലെ പുതിയ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ലഭിക്കില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്ലേ സ്റ്റോർ ഹാങ് ആവാനും എല്ലാ ചാൻസുകളും ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഫോണിൽ പ്ലേ സ്റ്റോർ നിലവിൽ ഇതുപോലെയാണ് അപ്ഡേറ്റ് ആണെന്ന് നിങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ
MK ചോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻ്റെ ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാളെന്ന ഓപ്ഷൻ കൊടുക്കുകയെങ്കിൽ മാത്രമേ ഞങ്ങളിന്ന് ഇതുപോലത്തെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. എന്ത് വേണോ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് അറിയുന്ന ആളാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, അറിഞ്ഞൂടാത്തവരാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്തെത്തിക്കുക. അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരമായി മാറും. അറിയാമെന്നുള്ള സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ടോപ്പ് ടിപ്സ് വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.